നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബീഫ് ചില്ലിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് കോൺഫ്ലവറിൻ്റെ പൗഡർ എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി വേണം നമ്മൾ ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കാൻ. അതിനുശേഷം നമുക്ക് ബീഫ് ഒരു 5 വിസിലെങ്കിലും അടിച്ച് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ആ വെന്ത ബീഫ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നമ്മൾ 2 പ്രാവശ്യമായിട്ട് നമ്മൾ ഈ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെയും നമ്മൾ ചില്ലി ചിക്കന് പകരം അത് ചിക്കൻ മാറ്റിയിട്ട് അതിന് പകരം നമ്മൾ ബീഫ് ഉപയോഗിച്ചിരിക്കുന്നു. അത്രയേ ഉള്ളൂ ഡിഫറൻസ് കേട്ടോ. നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കോഴി മാറ്റാം. എന്നിട്ട് അടുത്ത ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ 2 ട്രിപ്പായിട്ട് ഫുൾ ബീഫും ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഓയിലിൽ തന്നെയാണ് അതിന് വേണ്ട മസാല പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കണം. സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ച സവാളയാണ് കേട്ടോ. ഇനി നമുക്ക് ഗ്രീൻ ക്യാപ്സിക്കം സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ യെല്ലോയും റെഡും ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കളർഫുൾ ആയിരിക്കും. കഴിക്കാനൊക്കെ നമുക്ക് കാണുമ്പോഴേ കഴിക്കാനൊരു ഫീൽ വരും കേട്ടോ. എൻ്റെ കയ്യിൽ ഗ്രീനേ ഉള്ളതുകൊണ്ട് ഗ്രീൻ ആഡ് ചെയ്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഹോട്ട് സോസാണ് ഒഴിക്കുന്നത്. ചില്ലിയും ടൊമാറ്റോയും കൂടെ മിക്സ് ചെയ്ത ഹോട്ട് സോസ് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൗഡർ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ലൂസാക്കിയ ശേഷം അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. സോസ് കുറച്ച് സ്പൈസി ആയതുകൊണ്ട് തന്നെ ഇതൊന്നും ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് എരിയ ഉണ്ടാവും. ആ ഒരു ഗ്രേവി റെഡിയായി കിട്ടി. നമുക്ക് എത്രത്തോളം ലൂസ് കൺസിസ്റ്റൻസി വേണം അത്രത്തോളം നമുക്ക് അത് വെള്ളം കൂടി ഒഴിച്ച് ലൂസാക്കി എടുക്കാം. ഇനി നമുക്ക് പൊരിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചില്ലി റെഡിയായി കിട്ടും.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിന് കോംബോ ആയിട്ട് ഞാനിവിടെ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. മറ്റേ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ചില്ലി ചിക്കനും ചില്ലി ബീഫിനും ഒക്കെ ഇത്തിരി കൂടി കളർ കാണും. അത് അതിനകത്ത് അവർ ഫുഡ് കളർ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ്. നോർമലായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഏകദേശം ഈ കളറൊക്കെ വരത്തുള്ളൂ. ഓറഞ്ച് യെല്ലോയിഷ് കളറൊക്കെ ആയിരിക്കും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ കറക്റ്റ് റെഡ് ചില്ലിയുടെ ആ ഒരു കളർ നമുക്ക് ഫീൽ ചെയ്യാൻ കിട്ടും. അതവർ ഇത് ആഡ് ചെയ്യുന്നതുകൊണ്ടാണേ.